ഹായ് ഹലോ വെൽക്കം ടു നിഷ പിഡീസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ മാത്രമുള്ള അമ്മമാരോടും അച്ഛന്മാരോടും കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. 95-ലായിരുന്നു ഞങ്ങളെ മാരേജ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 30 ഇയേഴ്സായി. പിന്നീട് ഞങ്ങൾക്ക് രണ്ട് മക്കൾ ജനിച്ചു. അർച്ചന, കീർത്തന, രണ്ട് പെൺകുട്ടികളാണ്. അപ്പം ആ ഒരു ടൈമിലൊക്കെ 95 ആ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ മാത്രം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ പെൺകുട്ടികളാണോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ വരും. നിങ്ങൾക്ക് പെൺകുട്ടികൾ വേണോ പാവം എന്നൊക്കെ ഉള്ള ചോദ്യം വരും. അങ്ങനെ അതുകൂടാതെ ഒരുപാട് ചടങ്ങുകൾക്കും ഒക്കെ പെൺകുട്ടികളുള്ളവരെ മുന്നിലേക്കൊന്നും നിൽക്കാനൊന്നും സമ്മതിക്കില്ല. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം മരണം നടക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ നമുക്കൊരു ചില ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, ആ ടൈമിലൊക്കെ ഇങ്ങനെയുള്ളൊരു ചോദ്യം വരും. പലപ്പോഴും ഞങ്ങൾ രണ്ടുപേരും അത് ഫേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കേൾക്കുന്ന സമയത്ത് വല്ലാത്ത വിഷമമൊക്കെ തോന്നും. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അതൊക്കെ കേട്ട് ടൈം വേസ്റ്റ് ചെയ്യാൻ നിന്നിട്ടില്ല. ഞങ്ങളുടെ മക്കളെ അവർക്ക് പഠിക്കാനും അവർ സ്വന്തം കാലിൽ നിൽക്കാനും ഉള്ള പ്രാപ്തരാക്കാനുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവരെ പുറത്തൊക്കെ കൊണ്ടുപോകുക, എല്ലാ സ്ഥലത്തും പെൺകുട്ടികളാണെങ്കിലും പറ്റുന്നത്ര സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുക, എന്തൊക്കെയാണ് നടക്കുന്ന ഓരോ സ്ഥലത്തും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഒരുപാട് പേരെ പരിചയപ്പെടാനും ഒക്കെയുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവരുടെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും നിർബന്ധിച്ചിട്ടില്ല ഇതുവരെ. അവരുടെ ഇഷ്ടങ്ങൾക്ക് തന്നെയാണ് ഞങ്ങൾ മുൻതൂക്കം കൊടുത്തത്. അവരെന്താണോ ഇഷ്ടപ്പെടുന്നത് അത് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തത്. അവർ രണ്ടാളും നല്ല മാർക്കോടുകൂടി തന്നെയാണ് പാസ്സായത്. അപ്പം അവർ എൻട്രൻസ് എഴുതിയിട്ട് അവരെന്നെ നേടിയെടുത്ത കോഴ്സുകളാണ് അവർ ചെയ്തത്. അതിലൊക്കെ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. നമ്മൾ കേട്ട ചോദ്യങ്ങളൊക്കെ അർത്ഥം ഇല്ലാതെ ആവുകയാണ് നമ്മൾ ഒരു സ്ഥാനത്ത് എത്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരൊരു സ്ഥാനത്ത് എത്തുന്ന സമയത്ത് ആ ചോദ്യങ്ങൾക്കൊന്നും ഒരു മൂല്യമില്ല. ആ ചോദിക്കുന്ന അവർ പോലും ചിന്തിക്കുന്നുണ്ടാവില്ല പണ്ട് കാലത്ത് പറഞ്ഞു ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ചൊരിക്കലും കേട്ടിട്ട് വിഷമിച്ചിരിക്കുകയല്ല ചെയ്ത്. ഞങ്ങൾ മുന്നോട്ടുള്ള യാത്രയിലേക്ക് എന്തൊക്കെയാണ് ആവശ്യം, അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളും പറയുന്ന വാക്കുകൾ കേട്ട് അവർ മറുപടി പറയാനും അതിനുള്ള ടൈം സ്പെൻഡ് ചെയ്ത് ആ ടൈം വേസ്റ്റ് ആക്കരുത്. മുന്നോട്ട് നീങ്ങണം, മക്കളെ നന്നായിട്ട് പഠിപ്പിക്കുക, സ്വന്തം കാലിൽ നിർത്താനായിട്ട് പ്രാപ്തരാക്കുക. അങ്ങനെ ഒരു കാര്യം പറയണം. ഒരുപാട് പറയണോ വേണ്ടോ എന്ന് ഒരുപാട് ആലോചിച്ചു. പക്ഷേ എനിക്ക് തോന്നി ഞങ്ങളുടെ ഈ 30 ഇയേഴ്സ് ജേർണിയിൽ നിങ്ങളോട് ഞങ്ങളുടെ അനുഭവം പങ്കുവെക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് വാട്ട് ഐ സെഡ്. എന്തായാലും നിങ്ങൾക്ക് ഇതൊരു ഉപകാരമാവുമെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് കുറച്ച് കോൾഡൊക്കെ ആയതുകൊണ്ട് സൗണ്ടൊക്കെ കുറച്ച് അടച്ചിരിക്കുന്നുണ്ട്, സോറി. അപ്പം ഓക്കെ, ബൈ.